അതെ, ദേ ഇങ്ങനെ നിൽക്കുന്ന കറിവേപ്പില എങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആക്കി എടുത്തേന്ന് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റ് വീഡിയോയും കൂടെ ആട്ടോ. ഈ കറിവേപ്പിൻ്റെ തൈ നമ്മൾ ലണ്ടനിലുള്ള ഒരു ഏഷ്യൻ ഷോപ്പിൽ നിന്നാട്ടോ മേടിച്ചത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു. ഇത് എവിടെ നിന്നാണ് മേടിച്ചതെന്നും പിന്നെ ഞാനായിട്ട് തന്നെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കെയർ പ്ലാൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. ഈ മെസ്സേജ് അയച്ച ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കറിവേപ്പ് പിടിച്ചോ എന്ന്. സംഭവം എന്തായാലും പിടിച്ചു കേട്ടോ. ഈ കറിവേപ്പിൻ്റെ തൈ കഴിഞ്ഞ വർഷം വിൻ്ററിൻ്റെ തുടക്കത്തിലാട്ടോ നമ്മൾ മേടിച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വീടിനകത്തായിരുന്നേ. പിന്നെ അതുമാത്രമല്ല നമ്മൾ വലിയ കെയറൊന്നും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി വളം ഇടാനൊന്നും പറ്റില്ലല്ലോ. കാരണം ഇത് വീടിനകത്തല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സൺലൈറ്റും തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വർഷം സമ്മറിൻ്റെ തുടക്കമായപ്പോഴത്തേക്കും നമ്മളിതിനെ വെളിയിലേക്ക് എടുത്തു വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മളത് പ്രൂൺ ചെയ്ത് വിട്ടേ. പ്രൂൺ ചെയ്തതിന് ശേഷം വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് മുട്ടത്തോടിട്ട് പരീക്ഷിക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ തുടക്കം. ഈ മുട്ടത്തോട് ഇട്ടപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അതിന് ശരിക്കും മുള പൊട്ടി തുടങ്ങി. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ കാണുന്ന 2 ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നേ. ഒന്നാമത്തേത് ഗ്രോമോർ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും പിന്നെ ഡോഫിൻ്റെ ഫിഷ് ബ്ലഡ് ആൻഡ് ബോൺ എന്ന് പറഞ്ഞ ഫെർട്ടിലൈസറും ആട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ 2 വീക്സ് വൺസോ അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്തോ ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ മുട്ടത്തോട് നമ്മൾ കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ ചൂട്ടിടാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 മന്തിനുള്ളിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അപ്പോഴേ ഈ വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു തംസപ്പ് ഇടാൻ മറക്കല്ലേ.